ഹലോ ഗൈസ്, ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ കിളിമീൻ എങ്ങനെ കറി വെക്കുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് കിളിമീൻ കറി വെക്കുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു അലങ്കാരത്തിന് 2 പച്ചമുളകൊക്കെ ഇങ്ങനെ സൈഡിന് വെച്ചേക്കുന്നേ ഉള്ളൂ. സംഭവം തന്നെ മീനിൻ്റെ കൂടെ ഇടാനെ കൊണ്ടാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് കറി വെക്കാൻ പോകുന്നത് നോക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുന്ന നല്ല ഫ്രഷ് കിളിമീനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കറി വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മളിതിന് വേണ്ടി ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സ്ഥിരം മീൻ കറി വെക്കുന്നത് മൺചട്ടിയിലാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനൊക്കെ നമ്മൾ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്നതേ ഉള്ളൂ, ഒരുപാട് ചൂടായിട്ടില്ല. നമ്മൾ കുറച്ച് കടുവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ. ചെറുതായിട്ട് കടുവ് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ കടുവ് പൊട്ടി തുടങ്ങിയ കൂട്ടത്തിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ മാറ്റി വെച്ചിരുന്ന അരിഞ്ഞു വെച്ചിരുന്ന ഞങ്ങൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് കിടന്ന് ഒന്ന് എണ്ണ ചൂടാവുന്ന കൂട്ടത്തിൽ അതും കൂടെ ഒന്ന് വെന്ത് കടുവും കൂടെ ഒന്നിച്ചങ്ങ് പൊട്ടിക്കോളൂ എന്നുള്ള കൂട്ടത്തിലാണ് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഏകദേശം എണ്ണയൊക്കെ ചൂടായി നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇത് ഇട്ട് കൊടുത്ത വെളുത്തുള്ളി എല്ലാം മൂത്തിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില എത്ര ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ അത് നല്ലതാണ്. അപ്പം നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിപ്പം കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞങ്ങൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പം എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്ത കാരണം പെട്ടെന്ന് ഇത് മൂത്ത് കരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മൾ എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്തത്. അതാകുമ്പം എണ്ണയുടെ ഒരു ഇതിൽ കിടന്നോളൂ, പെട്ടെന്ന് കരിഞ്ഞ് അടി പിടിക്കത്തില്ല. ഇപ്പം നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് നന്നായിട്ട് മൂക്കണം. നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. തീ നന്നായിട്ട് ഇരിച്ചു കൊടുത്ത് കൊണ്ടേയിരിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇത് വെക്കുക. ഇത് ഈ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഈ വെള്ളം തിളക്കണം. അരപ്പ് വെള്ളം ഈ ചട്ടിക്ക് അതിന് നന്നായിട്ട് തിളക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്തോട്ട് മീനിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നന്നായിട്ട് വെള്ളം ചൂടായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ സാധാരണ മീനിട്ട് കൊടുക്കാറ്. അപ്പം നമുക്ക് ഇത് അരപ്പെല്ലാം റെഡി ആയിട്ട് കുറച്ച് അടച്ചു വെക്കാം. ഇത് തിളക്കത്തക്ക രീതിയിൽ ഏകദേശം ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് പൊങ്ങുന്നുണ്ട് നന്നായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീൻ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കാം. നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി, ഒരുപാട് മീനൊന്നുമില്ല, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന മീനാണ്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ വെള്ളം എടുത്താൽ മതി. ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ. ഒരുപാട് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും കിടന്ന് ഇത് വേവാനെ കൊണ്ട്. അപ്പം നമ്മുടെ മീൻ എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി ഇട്ട് ഒരു ചെറിയ കഷ്ണം മുളകും കൂടെ കയറി ഒരു അലങ്കാരത്തിന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമ്മുടെ അരപ്പെല്ലാം പറ്റി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു കുറച്ച് നേരം അവിടെ ഒന്ന് അടച്ചു വെച്ചേക്കാം ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിളിമീൻ കറി. നല്ല അടിപൊളിയായിട്ട് നാടൻ രീതിയിൽ മുളകിട്ട് വെച്ചേക്കുന്ന നല്ല കിളിമീൻ കറിയാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ കാണുന്നവരുടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടി, അവർക്ക് കാണാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് കൂടിയേ തീരൂ. അതുകൊണ്ട് ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും വണക്കം.